ഒരു അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനേറ്റ ഒരു തിരിച്ചടിയല്ലേ? കാരണം ശ്രീ ബി ജി വിഷ്ണു, കള്ളപ്പണ നിരോധന നിയമപ്രകാരം അറസ്റ്റ് എന്നത് സാധ്യമാണോ? അത് അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ആഴത്തിലുള്ള പരിശോധനയാണ് വിശാല ബെഞ്ചിലേക്ക് ഇത് വിട്ടതിലൂടെ സംഭവിക്കുന്നത്. മാത്രമല്ല, ചോദ്യം ചെയ്യുന്നതിന് മാത്രമായി അറസ്റ്റ് ചെയ്തത് ചട്ടവിരുദ്ധമാണ് എന്ന് കോടതിയുടെ ശ്രദ്ധയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവരുമ്പോൾ അറസ്റ്റ് ചോദ്യം ചെയ്യലിന് മാത്രമാകരുത് എന്ന ഒരു വാദം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് അംഗീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ PMLA ആക്ടിൻ്റെ ഒക്കെ മറവിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം BJP നേരിടുമ്പോഴാണ് കോടതി ഇക്കാര്യങ്ങളിൽ ഒരു പരിശോധന ആവശ്യപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് തിരിച്ചടിയല്ലേ? BJPക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഒരിക്കലും തിരിച്ചടിയില്ല. ജാമ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായ നിയമത്തിന്റെ ഭാഗമായി ഏതൊരു ജയിലിൽ കഴിയുന്ന വ്യക്തിക്കും കിട്ടുന്നതാണ്, പ്രത്യേകിച്ച് 90 ദിവസം കഴിയുമ്പോഴുള്ളത്. ഇവിടെ എന്താണ് ഏറ്റവും ഇതിനകത്ത് കോടതി എടുത്ത ഒരു തീരുമാനത്തെ കുറിച്ചാണ്, വിശാല ബെഞ്ചിലേക്ക് വിടാൻ കോടതി എടുത്ത തീരുമാനത്തെ കുറിച്ചാണ്, ഇടക്കാല ജാമ്യത്തെ കുറിച്ചല്ല. അതുകൊണ്ട് സാങ്കേതികമാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ ഗോപികൃഷ്ണ, പറഞ്ഞു വരാൻ താങ്കൾ അനുവദിച്ചാൽ ഞാൻ പൂർത്തിയാക്കാം. അല്ല, താങ്കൾ ആദ്യം തന്നെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കാത്തൊരു കാര്യം, നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം വെച്ച് അല്ല പറഞ്ഞു വരട്ടെന്നേ, എനിക്ക് താല്പര്യമുള്ളതല്ലല്ലോ താങ്കൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എത്തട്ടെ, ഞാൻ എൻ്റെ ഭാഗം കൂടി പറഞ്ഞു വരട്ടെ. ആ പറയാനുള്ള സ്വാഭാവികമായി അവസരം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഒരു ജാമ്യം കിട്ടുകയും തുടർന്ന് അദ്ദേഹം കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെടും. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം അനുസരിച്ച് ടു ഹിയർ ദ ബോത്ത് സൈഡ്സ്, ഇരുവശങ്ങളും പരിശോധിക്കണം. EDയുടെ വാദങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്ന കുറ്റാരോപിതനായുള്ള വ്യക്തിയുടെ വാദങ്ങളും കോടതി പരിശോധിക്കപ്പെടും. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത് നിയമമാണ്, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇരുവശങ്ങളും കേട്ടതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇതുവരെ ED എടുത്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഒരിടത്ത് പോലും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. അത് നിയമപ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത് കൊണ്ട് കൂടുതൽ വിശാലമായ ബെഞ്ചിലേക്ക് അക്കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു. അത് കോടതി തീരുമാനിക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ വിരുദ്ധ അഭിപ്രായമില്ല. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കും. പിന്നെ ബെഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായ ആലോചനകളും വിധികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും ED കേസിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. CBI കേസിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരുന്നു തന്നെയാണ് സാഹചര്യമുള്ളത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടത്തിയ മദ്യ അഴിമതി കേസിൽ വെള്ളപൂശാനാണ് ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം ജയിച്ചു എന്ന് ആം ആദ്മിയുടെ വക്താവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു നിയമം അവർക്ക് അറിയായിരുന്നെങ്കിൽ അവർ അത്തരത്തിലുള്ള ഒരു വാക്യം ഉപയോഗിക്കില്ല. അരവിന്ദ് കെജ്രിവാളിനെ ഒരിടത്തും വെറുതെ വിട്ടിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിന് യാതൊരു തെളിവുമില്ലെന്നും എല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഒരു ജാമ്യം അനുവദിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ED ഉയർത്തിയ വാദങ്ങളും കാര്യങ്ങളുമെല്ലാം കൃത്യമായി കോടതിയുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അത് വിശാല ബെഞ്ചിലേക്ക് വിട്ടിട്ടുള്ളതെന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ അനിൽ ബോസിന് പോലും അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിയത് കോൺഗ്രസ് ആണ്. പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ന് കോൺഗ്രസിന് അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ മുൻപേ നടത്തിയ പത്രസമ്മേളനങ്ങൾക്ക് നമുക്കിപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതിയുടെ അദ്ദേഹത്തിൽ പുരണ്ടിട്ടുണ്ട്. ആ അഴിമതിയിൽ AAPയും അരവിന്ദ് കെജ്രിവാളും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് കോടതി തള്ളിക്കളഞ്ഞ് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുമായിരുന്നു. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് കാലത്ത് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ തന്നെ കോടതി ചോദിക്കുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരേണ്ടത് താങ്കൾ എടുക്കേണ്ട തീരുമാനമാണ്. കാരണം ജനങ്ങൾ തങ്ങളുടെ ധാർമ്മികതയ്ക്കനുസരിച്ചാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ആ ധാർമ്മികത എന്തെങ്കിലും ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ
അദ്ദേഹം അത് രാജിവെക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് കോടതി പറയാതെ പറഞ്ഞത്. കാരണം രാജിയുടെ ആവശ്യം കോടതി എപ്പോഴും ഉന്നയിക്കില്ല. പക്ഷേ ആ ധാർമ്മികമായ ചോദ്യം അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ കൃത്യമായി കോടതി പോലും ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ INDA സഖ്യത്തിനോ ആം ആദ്മിക്കോ കഴിയുന്നില്ല എന്നുള്ളതല്ല, അവർ അത് അംഗീകരിക്കുന്നില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ നേതാവിൻ്റെ വലയത്തിൽ കറങ്ങുന്ന പാർട്ടിയാണ് AAP എന്ന് പറയുന്ന പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അകത്തു പോയാൽ പിന്നെ ആ പാർട്ടിക്ക് നിലംപരിശാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തൊടുന്യായങ്ങളും തൊടുവാദങ്ങളും പറഞ്ഞുകൊണ്ട് ശ്രമിക്കുക മാത്രമാണ് AAPയുടെ വക്താക്കൾ ശ്രമിക്കുന്നത്. നിയമത്തിൻ്റെ മുന്നിലോ പൊതുസമൂഹത്തിന് മുന്നിലോ ഇതിൽ യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായമായിരുന്നെങ്കിൽ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി AAP 7 സീറ്റിലും പരാജയപ്പെടാതെ BJP പരാജയപ്പെടണമായിരുന്നല്ലോ. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത്. അദ്ദേഹം നേരിട്ട് ഭരിക്കുന്നത് ഡൽഹിയല്ലേ. അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ പോലും അരവിന്ദ് കെജ്രിവാളിനെ കൈയൊഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗോപികൃഷ്ണ. ശരി വിഷ്ണു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഇവിടെ വിഷ്ണു പറഞ്ഞ